അപ്പോൾ നമുക്ക് ഇനി കാണാനുള്ളത് എ സി സർക്യൂട്ട്സ് ഇൻവോൾവ് ആയ പ്രോബ്ലംസ് ആണ്. എ സി സോഴ്സും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞുള്ള പ്രോബ്ലംസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സോടുകൂടി ഡി സി സർക്യൂട്ട്സ് എല്ലാം ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ദിസ് യുവർ ഫസ്റ്റ് പ്രോബ്ലം. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ഇറ്റ് ഇസ് എ യൂഷ്വൽ ട്രാൻസിസ്റ്റർ പ്രോബ്ലം. യു ആർ ഗിവൺ എ സി സർക്യൂട്ട്. ഇതിൽ തന്ന വാല്യൂസ് ഒക്കെ ഇതാണ്: R1, R2, RC, RE, VCC. അപ്പോൾ R1, R2, RC, RE അതുപോലെ തന്നെ പ്ലസ് VCC. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് യു ഡ്രോ ദി AC and DC ലോഡ് ലൈൻസ്, ഫൈൻഡ് ദി ഓപ്പറേറ്റിംഗ് പോയിന്റ്. ഓക്കെ, അപ്പോൾ AC DC ലോഡ് ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ AC സർക്യൂട്ടും DC സർക്യൂട്ടും ട്രാൻസ്ഫർ കാര്യത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ AC ഈക്വലന്റ് സർക്യൂട്ടും DC ഈക്വലന്റ് സർക്യൂട്ടും കണ്ടതാണ്. അപ്പോൾ ഈ രണ്ട് സർക്യൂട്ടും ബേസ് ചെയ്തായിരിക്കും നമ്മൾ ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, സോ ലെറ്റ് us start with the DC പാർട്ട്. ഓക്കെ, അപ്പോൾ DC ലോഡ് ലൈൻ ആദ്യം വരയ്ക്കുമ്പോൾ ലോഡ് ലൈൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് എ ഗ്രാഫ് ബിറ്റ്വീൻ VCE and IC. VCE and IC അല്ലേ? DC ലോഡ് ലൈൻ ഇത് VCCയും എക്സ് ആക്സിസ് VCCയും ഇത് VCC ഡിവൈഡഡ് ബൈ RC പ്ലസ് RE ആണ്. ഓക്കെ, അപ്പൊ ലോഡ് ലൈനിന്റെ രണ്ട് ഇന്റർസെപ്റ്റ് നമുക്ക് DC ലോഡ് ലൈനിന്റെ രണ്ട് ഇന്റർസെപ്റ്റ് നമുക്ക് വേണം. അപ്പൊ ആദ്യം ഒരു ഇന്റർസെപ്റ്റ് നമുക്ക് ഒറ്റയടിക്ക് എഴുതാം. ഇറ്റ് ഇസ് VCC നത്തിങ് ബട്ട് 15 volts. അത് നമുക്ക് നമ്മുടെ കയ്യിലുണ്ട്. ഇനി VCC ഡിവൈഡഡ് ബൈ RC പ്ലസ് RE എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 15 ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് RC? RC 1 കിലോ ഓം, RE 2 കിലോ ഓം ആണ്. അപ്പൊ രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് 3 കിലോ ഓംസ്. ഈ 10 ഇത് 3 മോളിൽ -3 ആവും. ഇത് ക്യാൻസൽ ചെയ്താൽ 5 കിട്ടും. സോ ദ ആൻസർ ഈസ് 5 മില്ലി ആംപിയർ. അപ്പൊ DC ലോഡിന്റെ കാൽക്കുലേഷൻ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇത് ഇവിടെ നമുക്ക് VCC ബൈ ഇത് എഴുതുന്നതിന് പകരം നമുക്ക് 5 മില്ലി ആംപിയർ എന്ന് ഇവിടെ എഴുതാം. VCCക്ക് വരെ 15 വോൾട്ട് എന്ന് ഇവിടെ എഴുതാം. ഓക്കെ, സോ ദാറ്റ് പാർട്ട് ഈസ് ഓവർ. ഇനി വി വാണ്ട് ടു ഫൈൻഡ് ഓപ്പറേറ്റിംഗ് പോയിന്റ്. കാരണം ഓപ്പറേറ്റിംഗ് പോയിന്റും DCയുടെ കാര്യത്തിലാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് ദർ ഇസ് എ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ. യു സ്റ്റാർട്ട് വിത്ത് V2 അല്ലെ? അതായത് ഈ റെസിസ്റ്റൻസ് ഈ ഒരു R2 അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ് നമ്മുടെ ബേസ് എമിറ്റർ ജംഗ്ഷനെ ഫോർവേഡ് ബയസ് ചെയ്യുന്നത് നമ്മൾ പറയുന്നു. സോ ദിസ് വോൾട്ടേജ് അക്രോസ് R2 അതിനെ നമ്മൾ സാധാരണ V2 ആയിട്ടാണ് സൂചിപ്പിക്കാറ്. V2 is equal to VCC R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ഇക്വേഷൻ നമ്മൾ അനാലിസിസിൽ കണ്ടിട്ടുണ്ട്. സോ ദിസ് ഇസ് ഈക്വൽ ടു 15 ഇൻറ്റു R2. എന്താണ് R2 is 5 കിലോ ഓംസ്, 5K ഡിവൈഡഡ് ബൈ now R1 പ്ലസ് R2 ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിയുമ്പോൾ 15 എന്ന് കിട്ടും. സോ ഇറ്റ് ഈസ് 15 കിലോ ഓംസ്. അപ്പൊ ഈ കിലോ ഓം രണ്ടും വെട്ടിപ്പോവും, 15 വെട്ടിപ്പോവും. ദി ആൻസർ ഈസ് 5 വോൾട്ട്സ്. ഓക്കെ, സോ ഇസ് 5 വോൾട്ട്സ്. ഇനി നമ്മൾ എന്താ പറയാൻ പോണത്? വി നോ ദാറ്റ് V2 is equal to ഇവിടെ വരുന്ന റെസിസ്റ്റൻസ്, ഈ വരുന്ന വോൾട്ടേജ് ഇവിടെ ബേസ് എമിറ്റർ ജംഗ്ഷനിൽ ഒരു ഡ്രോപ്പ് ഉണ്ടാക്കും. RE എന്നുള്ള ഈ റെസിസ്റ്ററിലും IE എന്നുള്ള കറണ്ട് പാസ് ചെയ്യുന്ന ഒരു ഡ്രോപ്പ് ഉണ്ടാവും. സോ ദിസ് ഇസ് ഈക്വൽ ടു VBE പ്ലസ് IE RE എന്ന് പറയും. ഓക്കെ, ഇനി ഇതിൽ ആരെയൊക്കെ നമുക്കറിയാം? V2 നമുക്കറിയാം. VBE ഇത് സിലിക്കൺ ട്രാൻസിസ്റ്റർ ആണ്. സോ ഇറ്റ് ഈസ് 0.7 വോൾട്ട്സ്. RE എനിക്കറിയാം 2 കിലോ ഓം ആണ്. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 5 is equal to 0.7 plus IE into 2 kilo ohms. So IE ഇത് നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ 5 minus 0.7 divided by 2 into 10 raised to 3 എന്ന് വരും. 5 minus 0.7 എന്നുള്ള 4.3 ആണ്. 4.3 divided by 2 എന്ന് പറയുമ്പോൾ 2.15 വരും. ഇത് ന്യൂമറേറ്ററിൽ കഴിയുമ്പോൾ 10 -3 ആവും. സോ ദ ആൻസർ ഈസ് ഈക്വൽ ടു 2.15 ഇൻറ്റു 10 -3 നമ്മൾ മില്ലി എന്ന് വിളിക്കുന്നു. സോ ഇറ്റ് ഈസ് മില്ലി ആംപിയർ. ഓക്കെ, കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കി നമുക്ക് കിട്ടാവുന്നേ ഉള്ളൂ. ഇനി നമ്മൾ എന്താ പറയാൻ പോണത്? IE is almost equal to IC. The approximate IE is almost approximately equal to IC. So IE approximately equal to IC is equal to 2.15 മില്ലി ആംപിയർ. ഇപ്പോൾ ഒരു പാരാമീറ്റർ നമുക്ക് കിട്ടി. നമ്മുടെ
ഓപ്പറേറ്റിംഗ് പോയിന്റിലെ IC നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ വേണ്ടത്? VCE വേണം. ഇതൊരു സ്റ്റാൻഡേർഡ് ടെക്നിക്കാണ്. നമ്മൾ ഇൻപുട്ട് ലൂപ്പ് വെച്ച് ICയും ഔട്ട്പുട്ട് ലൂപ്പ് വെച്ച് VCയും കാണും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് VCE കാണണം. ഓക്കെ, സോ VCE, യു വാണ്ട് ടു ഫൈൻഡ് VCE, യു ടേക്ക് ദ ഔട്ട്പുട്ട് ലൂപ്പ്. ഈ ലൂപ്പ് എടുത്തു കഴിയുമ്പോൾ നമുക്കറിയാം ബാറ്ററി ഇവിടെയുള്ള ഇൻക്ലൂഡ് ആയിട്ടുള്ള VCC ആണ്. VCC ഉള്ള ബാറ്ററി ഇതിലെ ഈ RCയും REയും ഇതും പരിഗണിക്കുകയാണെങ്കിൽ ഇതിലെ IC വരുമ്പോൾ IC/RC ഒരു ഡ്രോപ്പ് ഉണ്ടാവും, ഒരു VCE ഡ്രോപ്പ് ഇവിടെ ഉണ്ടാവും, ഒരു IE/RE ഡ്രോപ്പ് ഇവിടെ ഉണ്ടാവും. ആൻഡ് ദി സർക്യൂട്ട് ഈസ് Kirchhoff's loop is complete. So this is equal to IC/RC plus VCE plus IE/RE. Okay, അതിന് നമ്മൾ എന്ത് പറയുന്നു? IC is almost equal to IE. അപ്പൊ ഇത് നമുക്ക് ഈ IEക്ക് വരാൻ എന്ത് എഴുതാം? ഇത് IC എന്നാക്കാം. അപ്പൊ ഇതും IC ആണ്, ഇതും IC ആണ്. RC plus RE നമുക്ക് കോമൺ ആയിട്ട് എഴുതാം. സോ ദിസ് ഈക്വൽ ടു RC plus RE plus VCE. ഓക്കെ, അപ്പൊ താഴെ നമുക്ക് വേണമെങ്കിൽ എഴുതാം സിൻസ് IC is almost equal to IE. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്താ എഴുതാം? VCE is equal to VCC minus IC into RC plus RE. അപ്പൊ ഇത് VCC തന്നിട്ടുള്ള 15 ആണ്. 15 മൈനസ് IC ഇപ്പൊ നമുക്ക് കിട്ടി 2.15 into 10⁻³ into ഇനി RC plus RE ഇത് 3 കിലോ ആണ് വരിക. സോ ദിസ് ഇസ് 3 into 10⁻³. സോ ദിസ് ഇസ് 15 മൈനസ് 2.15 into 3 എന്ന് 6.45 ആണ്. ഇത് ക്യാൻസൽ ആയിപ്പോ, -3 + 3 ക്യാൻസൽ ആയിപ്പോ. സോ ദിസ് ഇസ് ഈക്വൽ ടു, now subtract it will come to 8.55 volt. Okay, so this is VCE. അപ്പൊ ഇപ്പൊ നമുക്ക് ഓപ്പറേറ്റിംഗ് പോയിന്റ് കിട്ടി കഴിഞ്ഞു. ഏതൊക്കെയാ? VCE ഇവിടെ കിട്ടി, IC ഇവിടെ കിട്ടി. അപ്പൊ നമ്മുടെ പരീക്ഷയ്ക്ക് ഇത് എടുത്ത് എഴുതുക. ഓപ്പറേറ്റിംഗ് പോയിന്റ് ഈക്വൽ ടു 8.55 വോൾട്ട്, 2.15 മില്ലി ആംപിയർ. ഓക്കെ, ഇപ്പൊ DC പാർട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞു. DC ലോഡ് ലൈൻ നമ്മൾ വരച്ചു, DC ഓപ്പറേറ്റിംഗ് പോയിന്റ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് AC പാർട്ട് കാണാം. ഓക്കെ, ദാറ്റ് ഇസ് എ ന്യൂ തിങ്. അപ്പൊ ഇനി AC ലോഡ് ലൈൻ കാണാനാണ് ഇതിന്റെ ഇക്വേഷൻസ് നമ്മൾ മുമ്പ് അനാലിസിസിൽ കണ്ടിട്ടുണ്ട്. നമുക്ക് വേണ്ട VCE IC ആണ്. അപ്പോൾ AC ലോഡ് ലൈൻ എന്ന് പറയുമ്പോൾ ഇതേപോലൊരു സ്ട്രെയിറ്റ് ലൈനാണ് നമുക്ക് കിട്ടുക. ഇതിന്റെ എക്സും വൈ ഇന്റർസെപ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. ദ എക്സ് ഇന്റർസെപ്റ്റ്, അതായത് VCE മാക്സിമം AC-യുടെ അതുകൊണ്ടാണ് സ്മോൾ ലെറ്റർ V ഉപയോഗിക്കുന്നത്. ദ VCE മാക്സിമം ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ VCE പ്ലസ് ക്യാപിറ്റൽ IC RAC എന്നാണ് ഇക്വേഷൻ. അതേപോലെ തന്നെ IC മാക്സിമം, കാരണം അതാണ് Y ആക്സിസിലെ കളക്ടർ കറന്റ് ആണ്. ദിസ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ IC പ്ലസ് VCE ഡിവൈഡഡ് ബൈ RAC. ഓക്കെ, ഇതാണ് നമുക്ക് വേണ്ട രണ്ട് നമ്മുടെ AC ലോഡ് ലൈന് വേണ്ട രണ്ട് ഇക്വേഷൻസ്. ഇത് നമ്മൾ അനാലിസിസ് ചെയ്തിട്ടുണ്ട്. C ആംപ്ലിഫയറിന്റെ AC അനാലിസിസ് കണ്ടിട്ടുള്ളതാണ്. അത് മറിച്ച് പോകും. ഓക്കെ, സോ let us take the first equation, VCE maximum. VCE, ഇത് VCE കാണാനായിട്ട് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ we need this capital VCE. ക്യാപിറ്റൽ VCE നമ്മുടെ കയ്യിലുണ്ട്. കാരണം ഓപ്പറേറ്റിംഗ് പോയിന്റ് 8.55 വോൾട്ട്, 2.15 മില്ലി ആംപിയർ എന്നുള്ളത് ഒരെണ്ണം. ഇത് ദിസ് ഇസ് VCE, ദിസ് ഇസ് ക്യാപിറ്റൽ IC അല്ലേ? അപ്പൊ VCE എന്റെ കയ്യിലുണ്ട്, ഇറ്റ് ഈസ് 8.55. ഇനി IC എന്റെ കയ്യിലുണ്ടോ? IC നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? പ്ലസ് 2.15 into 10⁻³ ഇനി RAC എന്താ സംഭവം? RAC is the AC resistance, AC load. അത് നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഇവിടെ നമുക്ക് ലോഡ് റെസിസ്റ്റൻസ് RL തന്നിട്ടുണ്ടെങ്കിൽ RAC is equal to RC parallel RL എന്നാണ്. ഓക്കെ, ഇവിടെ ഇപ്പൊ RC തന്നിട്ടുണ്ട്, RL തന്നിട്ടുണ്ട്. RL വാല്യൂ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. RL = 1 കിലോ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് RC എന്നുള്ള ഒന്നാണ്, RL ഒന്നാണ്. അപ്പൊ നമുക്ക് എളുപ്പമായി. കാരണം എന്താ വെച്ചാൽ രണ്ടും ഒരേ വാല്യൂ ഉള്ള രണ്ട് റെസിസ്റ്റൻസ് പാരലായിട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ നെറ്റ് റെസിസ്റ്റൻസ് വന്നതിന്റെ പകുതിയായിരിക്കും. R1 R2 / R1 + R2 എടുക്കുമ്പോൾ നമുക്ക്
നേർ പകുതിയാണ് കിട്ടുക. രണ്ടും 1 kilo ohm ആയ സ്ഥിതിക്ക് the net resistance is half of 1 kilo ohm, that is 0.5 kilo ohms. So this will become to 0.5 kilo ohms. Okay, so this is RAC. അപ്പോൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 8.55 പ്ലസ് 2.15 into 10 raised to minus 3 into 0.5 into 10 raised to 3. അല്ലേ? So this is 8.55 plus. നോക്കിയേ 2.15 into 0.5 എന്ന് വെച്ചാൽ അതിന്റെ പകുതി. ഇതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 1.075 എന്നാണ് വരിക. സോ 1.075. ബാക്കി നോക്കണം, അങ്ങനെ ഈ പ്ലസ് 3 മൈനസ് 3 ക്യാൻസൽ ആയി. അപ്പോൾ ആഡ് ചെയ്ത് നോക്കാൻ ദിസ് ഇസ് ഈക്വൽ ടു 9.625 വോൾട്ട് എന്ന് വരും. ഓക്കെ, സോ ദിസ് ഇസ് VCE മാക്സിമം. ദിസ് ഇസ് VCE മാക്സിമം. ഇവിടെ ഈക്വേഷൻ നമ്മൾ ഡെറൈവ് ചെയ്തത്. ഓക്കെ, സോ ദ ഫൈനൽ ആൻസർ ഇസ് 9.625 വോൾട്ട്സ്. ഇനി അടുത്ത പാർട്ട് എന്താ? വി നീഡ് ദ വാല്യൂ ഓഫ് IC മാക്സിമം. അതിന്റെ വാല്യൂ എന്താണ്? ഇറ്റ് ഈസ് ക്യാപിറ്റൽ IC പ്ലസ് VCE ഡിവൈഡഡ് ബൈ RAC. ഇതിപ്പോ നോക്കിയത് എല്ലാവരും നമ്മുടെ ഉണ്ട് അല്ലേ? ICയുടെ വാല്യൂ 2.15 മില്ലി ആംപിയർ ആണ്. ഞാൻ അങ്ങനെ തന്നെ ഇടുകയാണ്, മില്ലി ആംപിയർ തന്നെ ഇടുകയാണ്. പ്ലസ് VCE ദാറ്റ് ഈസ് 8.55 ഡിവൈഡഡ് ബൈ RAC. RAC എന്താ? RAC നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 0.5 ആണ്. 0.5 kilo ohms ആണ്. So this is equal to 2.15 plus. ഇത് നോക്കിയേ, 0.5 ഹരിക്കാൻ വെച്ചാൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ. This is 0.5 1/2. അപ്പോൾ 2 മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ will come here. So it is 17 point how much? 10. ഇത് മില്ലി ആംപിയർ ആണ്. കാരണം ഈ കിലോ എന്നുള്ള മുകളിലേക്ക് വന്നിട്ട് -3 ആവും. അപ്പോൾ ഇത് മില്ലി ആംപിയർ ആണ്, ഇതല്ലെങ്കിൽ മില്ലി ആംപിയറിലാണ്. അപ്പോൾ മൊത്തം the whole thing is in milliamperes. Okay, so this is equal to 19.25 milliampere IC maximum. നമുക്ക് നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിന്റിന്റെ രണ്ടാമത്തെ AC ലോഡ് ലൈനിന്റെ രണ്ടാമത്തെ കോർഡിനേറ്റും കിട്ടി. ICയും VCയും നമുക്ക് കിട്ടി. അതുകൂടെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും നോക്കിയേ. If you draw the AC ലോഡ് ലൈൻ, VCE മാക്സിമം എന്ന് പറയുന്നത് 9 ചില്ലാൻ വോൾട്ട് ആണ്. അത് തീർച്ചയായും VCC 15 വോൾട്ടിന് താഴെയാണ്. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും വരും. ഈ IC മാക്സിമം 19 ചില്ലാനാണ്. എന്തായാലും ഇത് 5 ഓർത്ത് ഇത് വി ഗോട്ട് ദിസ് ആസ് 5. 5ന്റെ 4 ഇരട്ടിയോളം വരും. അപ്പൊ എന്തായാലും ഇവിടെ ആയിരിക്കും അല്ലേ? അപ്പൊ ഈ ഗ്രാഫ് നമ്മൾ ഈ സ്ലോപ്പ് നമ്മളങ്ങ് ഈ ലൈൻ നമ്മൾ കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ദിസ്. ഓക്കെ, അപ്പൊ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, ഈ AC ലോഡ് ലൈൻ ഈസ് മോർ സ്റ്റീപ്പർ. അതിന്റെ സ്ലോപ്പ് കൂടുതലാണ്. ഓക്കെ, ഈ രണ്ടും മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ഏതായിരിക്കും? ദിസ് വിൽ ബി ദ ഓപ്പറേറ്റിംഗ് പോയിന്റ്. 8.55 ആൻഡ് 2.15 നമ്മൾ മാർക്ക് ചെയ്ത 2 പോയിന്റ് ആയിരിക്കും ഇത്. ഈ 2 ലോഡ് ലൈൻസും കൂട്ടിമുട്ടുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത പ്രോബ്ലം. ഈ പ്രോബ്ലത്തിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കിയേ. യു ആർ ഗിവൺ RC, യു ആർ ഗിവൺ RL. പിന്നെ നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മൾ R ഉം R2ഉം ഇറ്റ് ഈസ് സോ ചോസൺ ദാറ്റ് ദ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഇസ് ഫിക്സഡ് അറ്റ് 10 വോൾട്ട് 1 milliampere. അത് ഓപ്പറേറ്റിംഗ് ഇങ്ങോട്ട് തന്നിരിക്കുക. എന്നിട്ട് നമ്മൾ VCC 20 വോൾട്ട് ആണ്. VB ഇസ് സിലിക്കൺ ഡയോഡ്, സോ ഇറ്റ് ക്യാൻ ടേക്കൺ ആസ് 0.7 വോൾട്ട്. RL is 30 kilo ohms. നമുക്ക് അറിയേണ്ടത് യു ഡ്രോ ദ AC ആൻഡ് DC ലോഡ് ലൈൻസ് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് AC DC ലോഡ് ലൈൻ വേണം. ലോഡ് ലൈൻ വരയ്ക്കാൻ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. കാരണം ഇതിലിപ്പോൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് കാണേണ്ട ആവശ്യമില്ല. യു ആർ ഗിവൺ ദ ഓപ്പറേറ്റിംഗ് പോയിന്റ് അല്ലേ, 10 വോൾട്ട് 1 milliampere എന്ന് പറയുമ്പോൾ VCയും ICയും തന്നു കഴിഞ്ഞു. അപ്പോൾ DC ലോഡ് ലൈൻ വരയ്ക്കാൻ ആദ്യം നമുക്ക് വേണ്ടത് VCC ആണ്. അത് നമുക്ക് നേരിട്ട് എഴുതാം 20 വോൾട്ട്. പിന്നെ നമുക്ക് എന്താ ഉള്ളത്? പിന്നുള്ളത് VCC ഡിവൈഡഡ് ബൈ RC പ്ലസ് RE ആണ് Y ആക്സിസിൽ വരിക. ഇവിടെ നമ്മുടെ പ്രോബ്ലത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് RE ഈസ് നെഗ്ലിജിബിൾ. RE നിങ്ങൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കത് വേണ്ട. സോ ദിസ് ഇസ് VCC ഡിവൈഡഡ് ബൈ RC. അപ്പോൾ അതെന്ത് വരും? VCC 20 ആണ്. കളക്ടർ എന്നുള്ള 10 കിലോ ഓം ആണ്. ഇറ്റ് ഇസ് 10 into 10 raised to -3. മുകളിൽ കിടക്കുമ്പോൾ -3 ആവും. ഇത് ക്യാൻസൽ ആകുമ്പോൾ ദിസ് ആൻസർ ഇസ് 2 milli.
ആംബിയർ. അപ്പോൾ ഡി സി ലോഡ് ലൈനിന്റെ കാര്യം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വി സി സിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഇവിടെ 20 എന്നും ഇവിടെ നമുക്ക് 2 മില്ലി ആംബിയർ എന്നും മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദി ഡി സി ലോഡ് ലൈൻ. ഇനി എ സി ലോഡ് ലൈൻ വരയ്ക്കുമ്പോൾ മുമ്പ് നമ്മൾ എഴുതിയ ഇക്വേഷൻ അതേപോലെ ഞാൻ ഇത് മായ്ച്ചില്ല, കാരണം ഇത് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. എ സിയുടെ കാര്യത്തിൽ വി സി മാക്സിമസ് വി സി പ്ലസ് ഐ സി ആർ എ സി, ഐ സി മാക്സിമസ് ഐ സി പ്ലസ് വി സി ബൈ ആർ ഐ സി. അപ്പോൾ ആദ്യത്തെ പണി എന്താ, ആർ എ സി നമുക്കൊന്ന് കാണണം. ഓക്കെ, സോ ആർ എ സി നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ട് ഇറ്റ് ഇസ് ആർ സി പാരലൽ ആർ എൽ. സോ ദിസ് ഇസ് 10K into 30K divided by 10K plus 30. R1 R2 by R1 plus R2. അങ്ങനെയാണല്ലോ. അപ്പോൾ R1 plus R2 എന്ന് പറയുമ്പോൾ 10 plus 30 ആണ് വരെ, ദാറ്റ് ഈസ് 40 കിലോ ഓംസ്. അപ്പോൾ നമുക്ക് ഒരു K ഒന്ന് വെട്ടിക്കളയാം. അതുപോലെ ഒരു അപ്പോൾ അത് ദിസ് ഇസ് ഈക്വൽ ടു 30K divided by 4. അപ്പോൾ ദിസ് ഇസ് 7.5 കിലോ ഓംസ് ആണ് എന്ത് വരിക, ആർ എ സി ഡബ്ല്യു. കാരണം 30/4 7.5. ഓക്കെ, അപ്പോൾ നമുക്ക് ആർ എ സി ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ 2 കാൽക്കുലേഷൻ ചെയ്യണം. സോ വി ക്യാപിറ്റൽ സി ഇ മാക്സിമം ഇസ് ഈക്വൽ ടു ഇസ് ക്യാപിറ്റൽ വി സി. ക്യാപിറ്റൽ വി സി എന്താണത്, അതിനാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ് തന്നിട്ടുള്ളത്. ക്യാപിറ്റൽ വി സി ഇസ് 10 വോൾട്ട്. അതുപോലെ നമ്മൾ താഴെ ഇപ്പോൾ എടുത്ത് എഴുതാം, വി ക്യാപിറ്റൽ വി സി ഇസ് 10 വോൾട്ട്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഐ സി ഇസ് 1 മില്ലി ആംപിയർ. അതുകൊണ്ടാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ് നമുക്ക് തരാൻ കാരണം. നമുക്ക് ഈ കാൽക്കുലേഷൻ വേണ്ടി വരും. സോ ദിസ് ഇസ് 10 പ്ലസ് ഐ സി ആർ ഐ സി. ഐ സി ഇസ് 1 മില്ലി ആംപിയർ മൾട്ടിപ്ലൈഡ് ബൈ ആർ ഐ സി എന്നുള്ള 7.5 കിലോ ഓം ആണ്. അപ്പോൾ ഈ കിലോ എന്നുള്ളതിനെ 10⁻³ മില്ലിയിലെ 10⁻³ ക്യാൻസൽ ആയി പോകും. സോ ദിസ് ഇസ് ഈക്വൽ ടു 10 പ്ലസ് 7.5 ഇസ് ഈക്വൽ ടു 17.5 വോൾട്ട്. 17.5 വോൾട്ട് എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇതേപോലെ തന്നെ ഐ സി മാക്സിമം ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഐ സി എത്രയാണ്, 1 മില്ലി ആംപിയർ ആണ്. 1 മില്ലി ആംപിയർ പ്ലസ് വി സി ഇ ബൈ ആർ ഐ സി. വി സി എന്നുള്ള 10 ആണ്. 10 ഡിവൈഡഡ് ബൈ 7.5 കിലോ ഓംസ് ആണ്. അപ്പോൾ ഈ കിലോ മുകളിലേക്ക് വരുമ്പോൾ 10⁻³ മില്ലി ആംപിയർ ആവും. അപ്പോൾ നമുക്ക് ഇത് വെറുതെ ആഡ് ചെയ്ത് മില്ലി ആംപിയർ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഈ 10/75 എന്ന് പറഞ്ഞാൽ 10/7.5 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 100/75. ദാറ്റ് ഈസ് 4/3. 4/3 നമ്മൾ കഴിയുമ്പോൾ 1.33 എന്ന് കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് 1.33. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.33 മില്ലി ആംപിയർ എന്ന് കിട്ടും. എങ്ങനെ മില്ലി ആംപിയർ ആയത്, ഇവിടെ ഒരു മില്ലി ആംപിയർ കിടപ്പുണ്ട്. ഈ കെ എന്നുള്ള മുകളിലേക്ക് വരുമ്പോൾ 10⁻³ ആവും. അപ്പോൾ മില്ലി എന്നുള്ള അവിടെ പ്രിഫിക്സ് വന്നു കഴിഞ്ഞു. ഓക്കെ, സോ 2.33 മില്ലി ആംപിയർ. അപ്പോൾ നമുക്ക് എ സിയുടെ 2 വൈപ്പ് അല്ലേ. ഇ സി മാക്സിമം 17.5 വോൾട്ട്, ഐ സി മാക്സിമം 2.33 മില്ലി ആംപിയർ. അപ്പോൾ ഇതാണ് നമ്മുടെ ലഭിക്കുന്ന ഈസി ഫോർ യു. കാരണം ചെയ്ത് നമുക്കത് പഠി. ഓക്കെ, സോ ദിസ് ആർ നെക്സ്റ്റ് പ്രോബ്ലം. ഇതിൽ ദിസ് ആംപ്ലിഫിക്കേഷൻ പ്രോബ്ലം. അതായത് നമുക്ക് ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്, യു ആർ ഗിവൺ ദ വാല്യൂ ഓഫ് വി സി സി, ആർ സി കളക്ടർ റെസിസ്റ്റൻസ്, ആർ എൽ ലോഡ് റെസിസ്റ്റൻസ്, ആർ ഐ എൻ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓഫ് ദി സി ആംപ്ലിഫയർ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് വാട്ട് ഇസ് ദി വോൾട്ടേജ് ഗെയിൻ ഓഫ് ദിസ് ആംപ്ലിഫയർ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇത് വി ഹാവ് സ്ട്രൈറ്റ് ഇക്വേഷൻ എ വി ഇസ് ഈക്വൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ബീറ്റ ആർ എ സി ഡിവൈഡഡ് ബൈ ആർ ഐ എൻ എന്നുള്ള നേരിട്ടൊരു ഇക്വേഷൻ നമ്മൾ അല്ലേ. അതിനുശേഷം നമ്മൾ ഈ ആർ ഐ എന്നിന് പകരം നമുക്ക് ബീറ്റ ആർ ഇ ഡാഷ് എന്ന് എഴുതാമെന്നും അപ്പോൾ ആർ ഐ സി ബൈ ആർ ഇ ഡാഷ് എഴുതാമെന്ന് നമ്മൾ പഠിച്ചു. പക്ഷെ നമ്മൾ അതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, കാരണം അവിടെ ആർ ഐ എൻ നേരിട്ട് തന്നിരിക്കുക. നമുക്ക് ഇക്വേഷൻ നേരിട്ട് ഉപയോഗിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം എന്താ, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ആർ ഐ സി അല്ലേ. സോ ആർ എ സി ഇസ് ഈക്വൽ ടു ആർ സി പാരലൽ ആർ എൽ. സോ ആർ സി ഇസ് 2, ആർ എൽ ഇസ് 0.5. അപ്പോൾ 2 into 0.5 divided by 2 plus 0.5 is 2.5. Okay, 2.5. So this is 1 divided by 2.5, that is equal to 0.4. Okay, ഓർക്കെ ഇവിടെ കിലോ കിടപ്പുണ്ട്. ആക്ച്വലി 2 കിലോ ഇൻറ്റു 0.5 കിലോ അങ്ങനെ കിലോ സ്ക്വയർ ആണ് വരിക. താഴെ ഒരു കിലോ ഉണ്ട്, ഒരു കെ ആണ് വെട്ടി പോകും. ദിസ് ഇസ് 0.4 K ohms. ഓക്കെ, 2 കിലോ ഇൻറ്റു 0.5 കിലോ താഴെ 2.5 കിലോ ഓംസ് മാത്രമല്ല. അപ്പോൾ 1 കിലോയും മൊത്തം 1 കിലോ ഓംസും വെട്ടിപ്പോകും. ഓക്കെ, സോ ആർ എ സി ഇസ്
0.4 കിലോ ഓംസ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. സോ എ വി ഈസ് ഈക്വൽ ടു now the beta is also given. Sorry, ബീറ്റയുടെ വാല്യൂ എഴുതാൻ പറഞ്ഞത് ബീറ്റ ഈസ് 60. ഓക്കെ, ബീറ്റ ഈസ് 60. അപ്പോൾ ബീറ്റ നമുക്ക് തന്നിട്ടുണ്ട്, പ്രോബ്ലത്തിലുള്ള ക്വസ്റ്റൻ തന്നെയാണ്, ഇങ്ങോട്ട് എടുത്ത് എഴുതിയില്ലെന്നേ ഉള്ളൂ, നന്നായി. സോ എ വി ഇസ് ബീറ്റ, ദാറ്റ് ഈസ് 60 ഇൻറ്റു RAC. വാട്ട് ഈസ് RAC? RAC is 0.4 divided by RIN. ഇൻപുട്ട് റെസിസ്റ്റൻസ് എത്രയാണ്? ഇറ്റ് ഇസ് 1 കിലോ ഓം അല്ലേ, ഇറ്റ് ഇസ് 1 കിലോ ഓം. അപ്പോൾ this is equal to 60 into 0.4, that is equal to 24. So A is equal to AV is equal to 24. അപ്പോൾ 24 ഈ സർക്യൂട്ടിന്റെ വോൾട്ടേജ് രീതി. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, നമുക്ക് ഇതല്ല ചോദിച്ചല്ല നിൽക്കട്ടെ, യു ആർ സെറ്റ് ദാറ്റ്, ഞാൻ ഈ പ്രോബ്ലം പതുക്കെ മാറ്റുകയാണ്, നിങ്ങൾക്ക് വേറെ ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ട്. യു ആർ സെറ്റ് ദാറ്റ് ദ ഇൻപുട്ട് വോൾട്ടേജ്, അതായത് ഇത് നിങ്ങൾക്ക് തന്നിട്ടിരിക്കും. ലെറ്റ് us say this is 1 millivolt. ഇൻപുട്ട് വോൾട്ടേജ് 1 millivolt തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയായിരിക്കും? യു ഫൈൻഡ് ഔട്ട് വി ഒ. ഓക്കെ, വി ഒയും കൂടെ നിങ്ങളോട് ചോദിച്ചു നോക്കിയിട്ട് നമ്മളെന്താ, വി വിൽ സേ ദാറ്റ് ദ വോൾട്ടേജ് ഗെയിൻ എ വി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഒ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് വി ഇൻ. ഓക്കെ, so that VO is equal to AVIN. Current gain in the input voltage. So this is equal to 24 into 1 millivolt. That is equal to 24 millivolt. കൂടുതലൊന്നും പറയാനില്ല, കാരണം അങ്ങനത്തെ ഒരു പ്രോബ്ലം ടെക്സ്റ്റിലുണ്ട്, അത് ഇതിൻ്റെ കൂടെ ചേർക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ചോദിച്ചെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതല്ല, ഇത്ര ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടാൻ എത്ര ഇൻപുട്ടാണെന്ന് ചോദിച്ചാലോ അതും കൂടെ തന്നെ ചെയ്യാം. വി ഒ തന്നിട്ടുണ്ടാവും, എ നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ വി നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്രോബ്ലം. ഇത് കുറച്ച് ഇൻഡയറക്റ്റ് പ്രോബ്ലം ആണ്. അതായത് ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ള എന്താണെന്ന് നോക്കി, യു സെറ്റ് ദാറ്റ് യു ഹാവ് എ ട്രാൻസിസ്റ്റർ ഓഫ് ബീറ്റ 100. ഓക്കെ, പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഇൻപുട്ട് കറണ്ട്, അതായത് ബേസ് കറണ്ട് 10 മൈക്രോആമ്പിയർ മാറുമ്പോൾ കളക്ടർ കറണ്ട് 1 മില്ലിആമ്പിയറിന് ചേഞ്ച് വരുന്നു. അവർക്ക് ചേഞ്ച് ആണ് നമ്മൾ പറയുന്നത്, എക്സാക്ട് വാല്യൂ അല്ല, ഇത്ര മാറുന്നുണ്ട്. അതേപോലെ ഈ രണ്ട് മാറ്റങ്ങൾ സംഭവിക്കാൻ കാരണം ഇൻപുട്ട് വോൾട്ടേജ് മാറുന്നുണ്ട്. 0.02 വോൾട്ടിന്റെ മാറ്റം വരുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ പറയുന്നത് നമ്മുടെ RC എന്നുള്ള കളക്ടർ റെസിസ്റ്റൻസ് 5 കിലോ ഓം ആണ്. അങ്ങനെയാണെങ്കിൽ കുറച്ചധികം വാല്യൂസ് കാണാനുണ്ട്. ആദ്യം നമുക്ക് കണ്ട വാട്ട് ഈസ് ബീറ്റ. ഓക്കെ, പിന്നെ ചോദിക്കേണ്ട വാട്ട് ഈസ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട്. പിന്നെ നമ്മൾ കാണേണ്ടത് RAC, വാട്ട് ഈസ് AC ഔട്ട്പുട്ട് ലോഡ്. AC നോക്കുമ്പോൾ എത്ര ലോഡ് ഔട്ട്പുട്ട് ലോഡ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് വാട്ട് ഈസ് ദ വോൾട്ടേജ് ഗെയിൻ, വാട്ട് ഈസ് ദി പവർ ഗെയിൻ. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നത് ചേഞ്ചസിന്റെ കാര്യമാണ്. ഈ ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ ഓർത്ത് നോക്കി, ഇവിടെയാണ് ഇൻപുട്ട് വോൾട്ടേജ് ഉള്ളത്. സോ ഇറ്റ് ഇസ് ആക്ച്വലി VBE. സോ ദിസ് ഇസ് ഡെൽറ്റ VBE ആണ്. ഓക്കെ, ഇനി ബീറ്റ കണ്ടുപിടിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ ബീറ്റ ഈസ് ഈക്വൽ ടു IC ബൈ IB. പക്ഷേ ഇത് BCയുടെ കാര്യത്തില്ല. AC ആണെങ്കിലോ ഡെൽറ്റ IB ചേഞ്ച് ആണ് ബേസ് കറന്റ് വരുന്നതിൽ, കറസ്പോണ്ടിങ് ചേഞ്ച് ഡെൽറ്റ IC ആണെങ്കിൽ ദ ബീറ്റ AC ഇസ് ഗിവൺ ബൈ ഡെൽറ്റ IC ബൈ ഡെൽറ്റ IB. ഇത് രണ്ട് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. സോ ദിസ് ഇസ് ഈക്വൽ ടു 1 into 10⁻³ divided by what is delta IB? Delta IB is 10 അല്ലേ. 10 into 10⁻⁻6 എന്ന് പറയുമ്പോൾ 10⁻⁻5 ആണ്. ഓക്കെ, സോ ഇറ്റ് ഇസ് 10⁻⁵. സോ ദിസ് ഇസ് 10⁻⁵ is equal to 10⁻², അതായത് 100. ഓക്കെ, ബീറ്റ ഈസ് 100. ഓക്കെ, ഇനി അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കാം? സോറി, RIN ചോദിക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരെ R1 പാരലൽ R2 പാരലൽ ZRE ഡാഷ്. അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഈ പ്രോബ്ലത്തിൽ നമ്മൾ പറയുമ്പോൾ എന്താ വെച്ചാൽ സി ദ ചേഞ്ച് ഇൻ ഇൻപുട്ട് വോൾട്ടേജ് ഡെൽറ്റ VB. ഇൻപുട്ട് വോൾട്ടേജ് ഇത്രയും മാറ്റം സംഭവിച്ചപ്പോൾ ഇൻപുട്ട് കറണ്ടിൽ ഇത്രയും മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഓഫ് വോൾട്ടേജ് ബൈ ചേഞ്ച് ഇൻ കറണ്ട് എന്തായിരിക്കും തരേണ്ടത്? റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ സി യു ടേക്ക് ഡെൽറ്റ VBE divided by delta IB. This will be the input resistance in this case. Approximately will be the input resistance in this case. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് രണ്ട് തന്ന വാല്യൂ ആണ്. ഡെൽറ്റ VB എന്നുള്ള 0.02 ആണ്, ഡിവൈഡഡ് ബൈ ഡെൽറ്റ IB അത് എത്രയുണ്ട്? 10 മൈക്രോആമ്പിയർ ആണ്. 10 10⁻⁵.
10 into 10 raised to minus 6 solve ചെയ്യുമ്പോൾ 10 raised to minus 5 അല്ലേ. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇത് മുകളിലേക്ക് വരാൻ 10 raised to plus 5 ആവും. സോ 0.02 into 10 raised to 5 is nothing but 2 into 10 raised to 3. അതായത് ദിസ് ഇസ് ഈക്വൽ ടു 2 കിലോ ഓംസ് എന്നർത്ഥം. കാരണം റെസിസ്റ്റൻസ് ആണല്ലോ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ബീറ്റ കിട്ടി, ആർ ഐനെ കിട്ടി. ഇനി ആർ എ സി എന്താ, അത് ഒരു ബുദ്ധിമുട്ടും ഇല്ല. വാട്ട് ഈസ് ആർ എ സി എന്ന് നമ്മൾ കുറേ തവണയെ പറയുന്നു. ആർ എ സി ഇസ് ആർ സി പാരലൽ ആർ എൽ. എന്താ ആർ സി തന്നിട്ടുണ്ട്, ആർ എൽ തന്നിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് 10k into 5k divided by 10 plus 5, that is 15k. ഓക്കെ, സോ ഒരു കെ വെട്ടി പോവും, ഇത് വെട്ടി 3 ആവും. സോ ദിസ് ഇസ് 10 divided by 3 3.33 കിലോ ഓംസ്. നമുക്ക് ആർ ഐ സി ആയി അല്ലെ. അപ്പോൾ ഇത് 3 ആയി. ഇനി വാട്ട് അബൌട്ട് എ ബി? വാട്ട് അബൌട്ട് എ ബി? എ ബി ഈസ് ഈക്വൽ ടു ബീറ്റ ആർ എ സി ഡിവൈഡഡ് ബൈ ആർ ഐ എൻ അല്ലേ. നമുക്ക് എല്ലാം നമ്മുടെ ആർ ഐ സി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ആർ ഐ എൻ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ബീറ്റ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ദിസ് ഇസ് 100 into now what is RAC? RAC is 3.33 divided by RIN എന്തായിരുന്നു? RIN is 2 kilo ohm. Okay, അപ്പോൾ നമ്മൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇത് രണ്ടും ഇത് നമ്മൾ രണ്ടോട്ട് ഹെഡ് ചെയ്യാൻ 1.65 സംതിങ് ആണ് ഇവിടെ കിട്ടാൻ പോകുന്നത്. സോ ദിസ് ഇസ് 100 into 1.65, that is equal to 165 natural. Okay, that is the voltage gain. ഒരാളെ നമുക്ക് കണ്ടുപിടിക്കണം, എന്താ? പവർ ഗെയിൻ. അപ്പോൾ നമ്മുടെ ആർഗ്യുമെന്റ് എന്താ വെച്ചാൽ, സി ദ പവർ പി ഇസ് ഗിവൺ ബൈ വോൾട്ടേജ് ഇൻടു കറന്റ്. അതേപോലെ തന്നെ ദ പവർ ഗെയിൻ എ പി ഷുഡ് ബി ഗിവൺ ബൈ ദ വോൾട്ടേജ് ഗെയിൻ ഇൻടു കറന്റ് ഗെയിൻ അല്ലേ. സോ ദിസ് ഇസ് എ വി ഇൻടു ബീറ്റ, കാരണം കറന്റ് ഗെയിൻ ആണല്ലോ ബീറ്റ. അപ്പോൾ നമ്മൾ ബീറ്റയും എ വി മൾട്ടിപ്ലൈ എന്ത് കിട്ടണം? എ പി കിട്ടണം. സോ എ പി ഇസ് ഈക്വൽ ടു എ വി ഇൻടു ബീറ്റ. സോ ദിസ് ഇസ് ഈക്വൽ ടു എ വി ഇസ് 24 അല്ലേ. 24 ഇൻടു sorry, AB is 165, sorry. 165 into 100, that is equal to 16500. So that will complete our problem. Okay.